أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا. സൂറത്തുൽ ഫുർഖാൻ 7-8. വഖാലു, അവർ പറഞ്ഞു, അല്ലെങ്കിൽ അവർ ചോദിച്ചു, മാ ലിഹാദ റസൂൽ, ഇതെന്ത് ദൈവദൂതൻ, ഇതെന്ത് റസൂൽ, യഅ്കുലു തആമു, ഭക്ഷണം കഴിക്കുന്നു, വയംശി ഫിൽ അസ്വാഖി, അങ്ങാടികളിൽ നടക്കുന്നു, ലൗലാ ഉൻസില ഇലൈഹി മലക്, ലൗലാ ഉൻസില, എന്തുകൊണ്ട് ഇറക്കപ്പെട്ടില്ല, ഇലൈഹി, ഇവനിലേക്ക്, മലക്കുൻ, ഒരു മാലാക്ക, ഫയക്കൂന മഅഹു നദീറ, എന്നിട്ട് ഇവനോടൊപ്പം മുന്നറിയിപ്പുകാരനാകാൻ, ഔ യുൽഖാ ഇലൈഹി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവന് ഇട്ടുകൊടുക്കപ്പെടുന്നില്ല, കൻസുൻ, ഒരു നിധി, ഔ തകൂനു ലഹു, അല്ലെങ്കിൽ അവനുണ്ടാകുന്നില്ല, ജന്നത്തുൻ, ഒരു തോട്ടം, യഅ്കുലു മിൻഹ, അവൻ അതിൽ നിന്ന് തിന്നുന്ന. വഖാല ളാലിമൂന, ഈ അക്രമികൾ പറഞ്ഞിരിക്കുന്നു, എൻ തത്തബിഊന, നിങ്ങൾ പിൻപറ്റുന്നില്ല, ഇല്ലാ റജുലൻ മസ്ഹൂറ, ഒരു മാരണം ബാധിച്ച പുരുഷനെ, അല്ലെങ്കിൽ ഒരു മാരണം ബാധിച്ച ഒരുത്തനെ അല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന്. നിഷേധികളുടെ മറ്റൊരു ആരോപണവും അതിൻ്റെ മറുപടിയുമാണ്. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് മുഫസ്സിറുകൾ ചിലർ പറയുന്നുണ്ട്, നിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, നീ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിനക്ക് സമ്പത്താണ് വേണ്ടതെങ്കിൽ ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും സമ്പന്നനാക്കാം. അല്ല, നിനക്ക് അധികാരമാണ് വേണ്ടതെങ്കിൽ ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ രാജാവാക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ഞാനതൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അല്ലാഹു തആല നിങ്ങളിലേക്ക് അയച്ച റസൂലാണ്. എനിക്ക് അവനൊരു കിതാബ് ഇറക്കി തന്നിരിക്കുന്നു. നിങ്ങളോട് മുന്നറിയിപ്പുകാരനും താക്കീതുകാരനുമാകണമെന്ന് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ റബ്ബിൻ്റെ റിസാലത്ത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു. ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷയും കാണിച്ചു. ഇനി ഞാൻ കൊണ്ടുവന്നത് സ്വീകരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇഹലോകത്തും പരലോകത്തും സൗഭാഗ്യമാണ്. നിങ്ങളത് തള്ളിക്കളയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന വന്ന് എനിക്കും നിങ്ങൾക്കും ഇടയിൽ അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നതുവരെ ഞാൻ അക്കാര്യത്തിൽ ക്ഷമിക്കും. അത്രയും പറഞ്ഞപ്പോൾ അവർ വീണ്ടും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ നിന്റെ റബ്ബിനോട് ചോദിക്കുക, നിന്നെ സത്യപ്പെടുത്താൻ വേണ്ടി ഒരു മലക്കിനെ നിന്റെ കൂടെ വിട്ടുതരാൻ. അതുപോലെ നിനക്ക് ഒരു തോട്ടവും ഒരു കോട്ടയും ഒക്കെ ഉണ്ടാക്കിത്തരാൻ. അത്രയും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഞാനൊരിക്കലും അങ്ങനെ ചോദിക്കൂല. നിങ്ങൾ പറഞ്ഞത് ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുകയുമില്ല. എന്നെ ഇപ്പോൾ ഈ പറഞ്ഞത് കൊണ്ടാണ് അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ബഷീറും നദീറുമാകാനാണ്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്, അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് മുഫസ്സിറുകൾ പലരും സൂചിപ്പിച്ചതായി തഫ്സീറുകളിൽ കാണാൻ കഴിയുക. അപ്പോൾ അതിൽ പറയുന്നത് തന്നെയാണിത് വിഷയം. അഥവാ
അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. എതിരാളികൾക്ക് അല്ലെങ്കിൽ ബാത്തിലിൻ്റെ ആളുകൾക്ക് എല്ലാ കാലത്തും ഉണ്ട് അത്. അവർക്ക് ഒരാൾ ദൈവദൂതനാണ് എന്ന് പറയുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ദൈവദൂതൻ ഒന്ന് ആളുകളുടെ നിത്യജീവിതത്തിൽ ഇടപെടരുത്. എവിടെയോ ആശ്രമത്തിൻ്റെ അകത്ത്, കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ താമസിക്കുക, ആത്മീയ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുക, വളരെ കാര്യപ്പെട്ട ആളുകൾക്ക് മാത്രമേ അദ്ദേഹം ദർശനം നൽകുകയുള്ളൂ, അതിന് തന്നെ ഒരുപാട് കടമ്പകൾ കടക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ അവതാരം ആണെന്നോ ദൂതനാണെന്നോ ഒക്കെ പറയുന്നത് എന്ന് മാത്രമല്ല, ദൈവമാണെന്ന് പറയുന്നത് പോലും ആളുകൾ സഹിക്കും. അതിൻ്റെ അപ്പുറത്ത് മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുക, സാധാരണ ജീവിതം നയിക്കുക, എന്നിട്ട് ആ ജീവിതം നല്ല നിലയിൽ നടത്തണം എന്ന് എല്ലാവരെയും ഉപദേശിക്കുക, അതിന് നന്മയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എത്ര ഉന്നതനാണെങ്കിലും ശരി തിരുത്താൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുമെന്ന് താക്കീത് നൽകുക. ഇങ്ങനെ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു റസൂല് അത് പറ്റുകയില്ല. ദന്തഗോപുരവാസിയായിട്ട് ഏതോ കൊട്ടാരത്തിലോ കോട്ടയിലോ ആശ്രമത്തിലോ കാട്ടിലോ ഒക്കെ ഇരുന്ന് ആത്മീയതയിൽ മുഴുകിയിരിക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. ഇതുകൊണ്ടാണ് മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതേ ചോദ്യം ചോദിച്ചത്. വഖാലു മാലി ഹാദർ റസൂൽ യഅകുലു തആമ വയംശി ഫിൽ അസ്ഫാഖ്. ഇതെന്ത് റസൂലാണ്, ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതുപോലെ അങ്ങാടിയിലൂടെ നടക്കാനും പാടില്ല. അഥവാ ഒരു അസാധാരണ ശരീരമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയാണ് ഇക്കാലത്ത് മുസ്ലിം സമുദായത്തിൽ വരെ ദിവ്യത്വം അവകാശപ്പെടുകയോ ദിവ്യത്വം ആരോപിക്കപ്പെടുകയോ ചെയ്ത ആളുകൾ അവരുടെ പോരിശയായിട്ടൊക്കെ പറയൽ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരുന്നു എന്നൊക്കെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നു. അതേസമയത്ത് കിട്ടുകയാണെങ്കിൽ റാഹത്താകുന്ന വിധം ഭക്ഷണം കഴിക്കുകയും ചെയ്യുമായിരുന്നല്ലോ. പിന്നെ ഇനി അതല്ല, മനുഷ്യനായൊരു റസൂല് തന്നെയാണെങ്കിൽ അകമ്പടിയായിട്ട് ഫിറൗൻ മൂസ അലൈഹി സ്വലാമിനോട് ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ട് ഇവന് ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നില്ല, അതുപോലെ എന്തുകൊണ്ട് മലക്കുകളുടെ അകമ്പടിയില്ല. ഇതൊക്കെയായിരുന്നല്ലോ ഫിറൗൻ മൂസ അലൈഹി സ്വലാമിനോട് ചോദിച്ചിരുന്നത്. ഫലൗല ഉൽഖിയ അലൈഹി ഉസ്വിറത്തും മിൻ ദഹബിൻ ഔ ജാഅ മഅഹുൽ മലായികത്തു മുഖ്തരിനീൻ, സൂറത്ത് സുഖ്റുഫിൽ. അകമ്പടിയായിട്ട് മലക്കുകൾ വരാത്തത് എന്താണ്? മാലാക്കന്മാർ വരണം. അള്ളാഹിൻ്റെ റസൂലാണെങ്കിൽ അള്ളാഹിൻ്റെ മാലാക്കന്മാരുടെ അകമ്പടിയോടുകൂടിയായിരിക്കണം വരേണ്ടത് എന്ന ഒരു സങ്കല്പം ജനങ്ങൾക്കിടയിൽ ഇട്ടുകൊടുക്കുകയാണ്. സംഗതി മനസ്സിലാക്കാഞ്ഞിട്ടൊന്നുമല്ല, ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇത് അംഗീകരിക്കാതിരുന്നാലേ ഞങ്ങളുടെ കാര്യം രക്ഷപ്പെടുകയുള്ളൂ എന്ന തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഔ യുൽഖാ ഇലൈഹി കൻസുൻ ഔ തകൂന ലഹു ജന്നത്തുൻ യഅകുലു മിൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചത് വളരെ കഷ്ടപ്പാടും ദാരിദ്ര്യവും കൊണ്ടാണല്ലോ. അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ട, ഈ പറയുന്ന ആൾക്ക്, അള്ളാഹിൻ്റെ റസൂലായ ആൾക്ക് ഒരു വലിയ തോട്ടവും അതിലൊരു വലിയ കോട്ടയും ഒക്കെ, അല്ലെങ്കിൽ ഇഷ്ടം പോലെ സമ്പത്തിൻ്റെ ഒരു മഹാശേഖരവും ഒരു തോട്ടവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, എന്നിട്ട് അതിനകത്തിരിക്കുക, ജനങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് ഇടപെടാൻ വരാതിരിക്കുകയാണെങ്കിൽ അംഗീകരിക്കായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് തെറ്റായ സങ്കല്പങ്ങൾ ജനങ്ങളിലേക്ക് പടർത്തിക്കൊണ്ടിരുന്നത്. അള്ളാഹുവിന് പറയാനുള്ള മറുപടി എന്താണ്? വഖാല ലാലിമൂന, ഈ അക്രമികൾ ഇത്ര കൂടി പറഞ്ഞിരിക്കുന്നു. മറുപടിയല്ല, അതോട് ചേർത്ത് പറയാണ്, അപ്പറഞ്ഞതിനേക്കാളൊക്കെ വലുത്. ഇൻ തത്തബിഉന ഇല്ലാ റജുലൻ മസ്ഹൂറ, മാരണം ബാധിച്ച ഒരാളെയല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന് ഈ അക്രമികൾ പറയുകയും ചെയ്തിരിക്കുന്നു. അവരക്രമികൾ എന്ന് വിളിച്ചതിലൂടെ തന്നെ അതിന് മറുപടിയുണ്ട്. കാരണം അവർക്കറിയാം അവർ കടുത്ത ദുൽമാണ് ചെയ്യുന്നത് എന്ന്. കാരണം ഇത് അള്ളാഹു അയച്ച റസൂലാണ് എന്ന് സ്വയം അവർക്കൊക്കെ ബോധ്യമുണ്ട്. എന്നാൽ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയാൽ ഞങ്ങളുടെ സ്ഥാനമാനങ്ങളും ഞങ്ങളുടെ അധികാരവും ഞങ്ങളുടെ പണവും പ്രതാപവും ഒക്കെ നഷ്ടപ്പെടുമെന്ന ആദിയിൽ നിന്നാണ് അവരുടെ ചോദ്യങ്ങൾ ഉയരുന്നത്. അത് ദുൽമാണ് എന്ന് അവർക്ക് തന്നെ അറിയാം. നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞ സംഭവമാണ്. അബൂജഹൽ പോലും പറയുന്നുണ്ട്, എനിക്ക് അറിയാം അവനായ അള്ളാഹു അയച്ച റസൂലാണ് എന്ന്. എന്നിട്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്രയും കൂടി പറഞ്ഞു അവർ.
ഇൻ തത്തബിഉന ഇല്ല റജുലൻ മസ്ഹൂറ, സിഹിർ ബാധിച്ച ഒരാളെ. ഭ്രാന്തിന് 2 കാരണങ്ങളാണ് അറബികൾ കണ്ടിരുന്നത്. ഒന്ന് ജിന്ന് ബാധ, അതാണ് മജ്നൂൻ എന്ന് പറയുന്നത്. ജിന്ന് മേലിൽ കൂടി കയറി കൂടിയിട്ട് പറയുന്നതിനും ചെയ്യുന്നതിനും ഒന്നും നിയന്ത്രണം ഇല്ലാത്ത അവസ്ഥ വരിക എന്നാണ് സങ്കല്പം. ജിന്ന് ബാധിക്കുക, അതാണ് മജ്നൂൻ. അല്ലെങ്കിൽ പിന്നെ ആരോ കൂടോത്രം ചെയ്തിട്ട് അത് ബാധിക്കുക, അതാണ് മസ്ഹൂർ. ഇങ്ങനെ ആരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് 2 ആരോപണം ഉണ്ടായിരുന്നു. വേറെ ആരോ സിഹിർ ചെയ്തിട്ട് ഇവനിങ്ങനെ ആയതാണെന്നും ആരോപിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവൻ ഒരു വലിയ സാഹിറാണ്, അവൻ്റെ വാചകങ്ങളും ഒക്കെ പിന്നെ സിഹ്റാണ്, നമ്മളെ മായാജാലത്തിൽ അവൻ അകപ്പെടുത്തുകയാണ് എന്നൊക്കെയുള്ള ആരോപണവും ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ആരോപണങ്ങൾ വരെ ഈ അക്രമികളെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ. അവിടെ ഖുർആന്റെ വളരെ ഒരു രചനാപരമായ ഹിക്മത്ത് കാണാൻ കഴിയുക. ഈ അക്രമികൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അവരക്രമികളാണെന്ന് ആർക്കും ബോധ്യപ്പെടാവുന്ന കാരണങ്ങളാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേഗം മനസ്സിലാകും ഇദ്ദേഹത്തിന് ഭ്രാന്തൊന്നും ബാധിച്ചിട്ടില്ല, വളരെ ബുദ്ധിപരമായി തന്നെ അല്ലെങ്കിൽ വളരെ സ്വബോധത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് കൂടെ ജീവിക്കുന്ന ആർക്കും, അങ്ങാടിയിലൂടെ നടക്കുകയാണല്ലോ, അങ്ങാടിയിൽ അദ്ദേഹത്തെ കാണുന്ന എല്ലാവർക്കും ബോധ്യമാകുമ്പോൾ ഈ ബാക്കിയുള്ളവർ പറയുന്നത് ളുൽമ് തന്നെയാണ് എന്ന് അവർക്കും മനസ്സിലാകും. ഈ കൊടുക്കുന്ന അതിലേക്ക് സൂചന നൽകുന്ന ഒരു പ്രയോഗമാണ് വഖാലൽ ളാലിമൂന ഇൻ തത്തബിഉന ഇല്ല റജുലൻ മസ്ഹൂറ എന്ന് പറയുന്നത്. എന്നിട്ട് അതിനോടുള്ള പ്രതികരണം അതാണ് അടുത്ത ആയത്ത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉന വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.